മാനേജറിയൽ എക്കണോമിക്സിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്ന പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മീനിങ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഏരിയ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ് ആയിരുന്നു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ദി സപ്ലൈ ഫോർ എ കമ്മോഡിറ്റി ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, ഇവിടെ മെഷേഴ്സ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് സപ്ലൈ ഫോർ എ കമ്മോഡിറ്റി. നേരത്തെ ഡിമാൻഡ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, അളന്നത്. ഇവിടെ അളക്കുന്നത് എന്താണ്? സപ്ലൈയുടെ റേറ്റ് ഓഫ് ചേഞ്ചസിനെയാണ് അളക്കുന്നത് ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം അതിൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ എന്താണോ മാറ്റം ഉണ്ടാക്കുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചസിൻ്റെ പെർസെൻറ്റേജ് അളക്കുന്നതാണ് ഏത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, സിമ്പിളായിട്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ദി സെല്ലേഴ്സ് ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. Okay, elasticity of supply can be measured by using the equation percentage change in quantity supplied divided by percentage change in price. നേരത്തെ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെ അവിടെ നമ്മൾ ഇവിടെ ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിരുന്നു, ഇവിടെ എന്ത് വരും? സപ്ലൈഡ് വരും. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പെർസെൻറ്റേജ് ഓർ റേറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന മാറ്റം ക്വാണ്ടിറ്റി സപ്ലൈഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ റേറ്റ് എത്രയാണ്, അതിൻ്റെ ചേഞ്ചസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ പല ടൈപ്സുകളെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഫസ്റ്റ് വൺ ആണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഇൻ ദി കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ when there is a significant change in supply without any change in or little change in its price. പ്രൈസിൽ യാതൊരുവിധ മാറ്റവും അല്ലെങ്കിൽ ഒരു നേരിയ മാറ്റം എന്ത് ചെയ്യുന്നു? സപ്ലൈയിൽ വലിയ പ്രധാനപ്പെട്ടൊരു മാറ്റം ഉണ്ടാകുന്നു, നല്ലൊരു മാറ്റം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാം. അപ്പോൾ ഓക്കെ, അതിൻ്റെ കർവ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എക്സ് ആക്സിൽ കൊടുക്കും, പ്രൈസിനെ നമ്മൾ വൈ ആക്സിലും കൊടുക്കുന്നു. അപ്പോൾ സപ്ലൈ കർവ് ഇതേ രീതിയിലാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയുടെ വരുന്നത്, SS എന്നുള്ള രൂപത്തിൽ. അതായത് പ്രൈസിൽ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, എന്നാൽ ക്വാണ്ടിറ്റി സപ്ലൈഡിൽ എന്ത് ചെയ്യുന്നു? വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ക്വാണ്ടിറ്റി സപ്ലൈസ് Q1 ആയി കുറയുന്നു അല്ലെങ്കിൽ Q2 ആയിട്ട് വർദ്ധിക്കുന്നു. ഓക്കെ, ഇത്തരത്തിൽ സപ്ലൈയിൽ വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കുന്നു, പ്രൈസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാം. ദാറ്റ് ഈസ് ഹിയർ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ വെൻ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ without any change in price or any little change in price, that is known as perfectly elastic supply. Then second one ആണ് perfectly inelastic supply. Here when supply of a commodity does not change whatever be the prices. പ്രൈസ് എന്ത് തന്നെയായാലും കമ്മോഡിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ, സപ്ലൈ ഓഫ് കമ്മോഡിറ്റിയിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാം. ദാറ്റ് ഈസ് ഹിയർ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കേവ് നോക്കുക. ഇവിടെ പ്രൈസ്, ക്വാണ്ടിറ്റി, സപ്ലൈഡ്. ഓക്കെ, SS എന്ന് പറയുന്നത് സപ്ലൈ കേവ് ആണ്, ഇതേ രീതിയിലാണ് വരുന്നത്. അതായത് പ്രൈസ് ഇവിടെ P1 ആയി കൂടിയാലും P2 ആയിട്ട് കുറഞ്ഞാലും നല്ല മാറ്റം പ്രൈസിലുണ്ടായാലും ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ യാതൊരുവിധ മാറ്റവുമില്ല, ചേഞ്ചസുമില്ല. ഓക്കെ, അതിന് നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. വെൻ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഡസ് നോട്ട് ചേഞ്ച് വാട്ട് എവർ ബി ദി പ്രൈസസ് ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതാണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ ഓർ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ സിറ്റുവേഷൻ where the rate of change in supply is exactly equal to the rate of change in price. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം അത് സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ റേറ്റിന് തുല്യമാവുന്നതിനെയാണ് എന്ത് പറയുന്നത്, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഹിയർ 1 ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നോക്കുക, സപ്ലൈ കേബിൾ അപ്വേർഡ് ആയിട്ടാണ് നമ്മൾ സാധാരണ പറഞ്ഞു, നോർമലി അപ്വേർഡ് ആയിട്ടാണ് വരുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കും. ഓക്കെ, ഇവിടെ പി പ്രൈസ് ആകുന്ന സമയത്ത് ക്യൂ ആണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. ക്യൂ ക്വാണ്ടിറ്റിയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇനി P1 ആയിട്ട് പ്രൈസ് വർദ്ധിപ്പിച്ചപ്പോൾ Q1 ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ചേഞ്ച് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ വരുന്ന ചേഞ്ചസും ഇവിടെ വരുന്ന ചേഞ്ചസും, ഓക്കെ, ഡെൽറ്റ പിയും ഇവിടെ വരുന്ന ഡെൽറ്റ ക്യൂ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ റേറ്റ് എന്താണ്, തുല്യമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാം. ദിസ് ഈസ് എ സിറ്റുവേഷൻ where the rate of change in supply is exactly equal to the rate of change in price. That is known as unitary elastic supply or elastic supply. Okay, the next one ആണ് relatively elastic supply or highly elastic supply. That is, here when proportionate change in supply is more than proportionate change in price, it is called relatively elastic supply. അതായത് ചേഞ്ച് ഇൻ പ്രൈസ് സപ്ലൈയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനെ എന്ത് പറയും, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയും. വെൻ സ്മോൾ ചേഞ്ചസ് ലീഡ്സ് ടു റിലേറ്റീവ്ലി മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ, ദാറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഹിയർ നിങ്ങൾ ഈ ഒരു കേവ് നോക്കുക, സപ്ലൈ കേവ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് വൈ ആക്സിന് മുകളിലായിട്ട് ഇതേ രീതിയിൽ വരയ്ക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, പി പ്രൈസ് ആയപ്പോൾ ഇവിടെ ക്യൂ ആയിരുന്നു ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തത്, എന്നാൽ പ്രൈസ് P1 ആയി വർദ്ധിപ്പിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു, Q1 ആയിട്ട് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് വർദ്ധിച്ചു. പക്ഷേങ്കിൽ ഇവിടെ വരുന്ന ഈ ഒരു ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ പി എന്ന് പറയുന്ന ഇത് ഇവിടെ ഡെൽറ്റ ക്യൂവിനേക്കാളും കുറവ് മാത്രമാണ്. ഓക്കെ, ഇവിടെ വരുന്ന ഡെൽറ്റ ക്യൂ ഈ ഡെൽറ്റ പിയേക്കാളും കൂടുതലാണ് വരുന്നത്. അതായത് ഇവിടെ സ്മോൾ ചേഞ്ചസ് എന്ത് ചെയ്യുന്നു, മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ ഹൈലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാം. ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ ആണ്. ദാറ്റ് ഈസ് ഹിയർ വെൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് പ്രൈസിലേക്കാളും കുറവ് മാത്രമാണ് വരുന്നത്. ഓക്കെ, അതായത് പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അളവിനേക്കാൾ കുറവ് മാത്രമാണ് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിലുള്ള അളവ് വരുന്നതെങ്കിൽ അതിനെ എന്ത് പറയും, റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയും. ഇവിടെ നിങ്ങൾ നോക്കുക, പ്രൈസിലുണ്ടാകുന്ന മാറ്റം ഇതാണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. പി പ്രൈസ് ആയപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് ക്യൂ ആയിരുന്നു, എന്നാൽ P1 ആയി വർദ്ധിപ്പിച്ചപ്പോൾ അത് Q1 ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതിലേക്ക് വന്നു. പക്ഷേ ഇവിടെ വരുന്ന ഈ ഒരു മാറ്റം നിങ്ങൾ നോക്കുക, ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂവും വരുന്നത് ഇവിടെ വരുന്ന മാറ്റം എന്താണ്, കുറവ് മാത്രമാണ് ഇതിനേക്കാൾ. ഓക്കെ, ദാറ്റ് ഈസ് വെൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ദാറ്റ് ഈസ് ഹിയർ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 ആണ്. ഓക്കെ, ലെസ് ദാൻ 1 മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, പ്രൈസിലുണ്ടാകുന്ന മാറ്റം ക്വാണ്ടിറ്റിയിൽ സപ്ലൈ ചെയ്യുന്നതിൽ കുറവ് മാത്രമേ വരുത്തുന്നുള്ളൂവെങ്കിൽ അതിൻ്റെ കുറവ് റേറ്റ് വരുമ്പോൾ അതിന് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്നാണ് പറയുന്നത്. ഓക്കെ.